അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹായ് ഫ്രണ്ട്സ്, സജ്ജാദ് ബിൻ അബ്ദുറസാഖ്. നാഴികക്ക് 40 വട്ടം ദൈവമില്ല എന്ന് അലമുറയിട്ട് കൊലവിളി നടത്തിയതുകൊണ്ട് ഇക്കാണുന്ന മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് പിന്നിൽ അതീവ ബുദ്ധിമാനായ ഒരു സ്രഷ്ടാവിൻ്റെ സാന്നിധ്യം ഇല്ലാതായി പോകുന്നില്ല എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സത്യം. അതെന്തുകൊണ്ടെന്നാൽ ഈ പ്രകൃതിയിലെ, ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും നിരന്തരമായി ഇതിൻ്റെ പിന്നിലുള്ള ബുദ്ധിമാനായ സ്രഷ്ടാവിനെക്കുറിച്ച് മനുഷ്യനോട് ഓരോ സമയത്തും സംവദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അറബികൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു ജീവി വർഗമാണ് ഒട്ടകമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒട്ടകത്തിൻ്റെ നേരെ നോക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ബുദ്ധിയെ തട്ടിയുണർത്തിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുർആനിൻ്റെ 88-ാമത്തെ അധ്യായം സൂറത്തുൽ ഗാശിയ 17-ാമത്തെ വചനം. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അവരൊട്ടകത്തിൻ്റെ നേരെ നോക്കുന്നില്ലേ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. 500 കിലോഗ്രാം വരെ ഭാരം ചുമന്നുകൊണ്ട് മണിക്കൂറിൽ 13 മുതൽ 16 വരെ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ഒട്ടകങ്ങൾക്ക് കഴിയും. 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള വെള്ളത്തിൻ്റെ സാന്നിധ്യം മണത്തറിയാൻ ഒട്ടകങ്ങൾക്ക് കഴിയും. മരുഭൂമിയിൽ ശക്തമായ രൂപത്തിൽ ആഞ്ഞടിക്കുന്ന മണൽക്കാറ്റുകൾ അതിൻ്റെ കണ്ണിലേക്ക് പ്രവേശിക്കാതിരിക്കുന്ന രൂപത്തിൽ ഭദ്രമായ 2 ഷട്ടറുകൾ കൺപീലികളുടെ രൂപത്തിൽ അല്ലാഹു തആല അതിന് നൽകിയിട്ടുണ്ട്. മരുഭൂമിയിൽ പെട്ടെന്നൊരു സമയത്ത് മണൽക്കാറ്റടിച്ചപ്പോൾ മണൽത്തരികളെല്ലാം ഉയർന്നു പൊങ്ങി ഉടലെടുത്തുണ്ടായ ഒരു സ്പീഷീസ് അല്ലല്ലോ ഒട്ടകം. മരുഭൂമി എന്ന ആവാസ വ്യവസ്ഥക്ക് അനുയോജ്യമായ രൂപത്തിൽ ആരാണ് അതിനെ സംവിധാനിച്ചത്? അതുകൊണ്ടാണ് അല്ലാഹ് ചോദിച്ചത്, അവരൊട്ടകത്തിൻ്റെ നേരെ നോക്കുന്നില്ലേ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഒട്ടകത്തെക്കുറിച്ചൊരു പഠനം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ഒരു സ്രഷ്ടാവിനെക്കുറിച്ച്, അതീവ ബുദ്ധിമാനായ ഒരു സ്രഷ്ടാവിനെക്കുറിച്ച്, ഒരു പടച്ചവനെക്കുറിച്ച് കൃത്യമായും മനുഷ്യന് ബോധ്യമാകും എന്നുള്ളതാണ് സത്യം. ഒരു ചെറിയ പ്രാണിയാണ് തേനീച്ച. ഈ തേനീച്ച ഒരു തുള്ളി തേൻ ശേഖരിക്കുന്നത് പോലും 100ഓളം പൂക്കളിൽ മാറി മാറി ഇരുന്നിട്ടാണ്. ഒരു തേനീച്ച അതിന് കഴിയുന്ന അത്രയും തേൻ ഒരു പൂവിൽ നിന്ന് ശേഖരിച്ചിട്ട് അത് തൻ്റെ കൂട്ടിലേക്ക് പാറി വരും. എന്നിട്ട് തൻ്റെ കൂട്ടാളികളായ തേനീച്ചകളുടെ മുമ്പിൽ ചെന്നിട്ട് ആ കൂട്ടിൽ വന്നിട്ട് 8 എന്ന അക്കത്തിൻ്റെ ആകൃതിയിൽ ഒരു ഡാൻസ് കളിക്കും. ഇതിനാണ് ശാസ്ത്രലോകം വാഗിൾ ഡാൻസ്, വാഗിൾ നൃത്തം എന്ന പേരിൽ വിളിച്ചത്. ഈ ഡാൻസ് കളിക്കുന്നതിലൂടെ ഈ തേനീച്ച മറു തേനീച്ചകൾക്ക് കൈമാറുന്ന ആശയം എന്താണ്? സൂര്യൻ്റെ ഇത്ര ഡിഗ്രി ചെരിഞ്ഞ് ഇന്ന സ്ഥലത്തൊരു പൂവുണ്ട് എന്നും നിങ്ങൾ അവിടെ ചെന്നിട്ട് ആ ബാക്കിയുള്ള തേൻ ശേഖരിക്കണമെന്നുമുള്ള കാര്യമാണ്. ആ പൂവിൻ്റെ ദൂരമാണ്, അതിൻ്റെ സ്ഥാനമാണ് ഈ ഡാൻസിലൂടെ ഈ തേനീച്ച മറു തേനീച്ചകൾക്ക് കൈമാറുന്നത്. തേനീച്ച ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോ പഠിച്ചിട്ടില്ല. അതിൻ്റെ ജനിതക കോഡുകളിൽ അക്കാര്യം വളരെ സൂക്ഷ്മമായ രൂപത്തിൽ ആരാണ് സംവിധാനിച്ചത്? അത് പ്രകൃതിയുടെ വികൃതിയാണെന്ന് പറയുന്നവരുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, അതിൻ്റെ പിന്നിലെല്ലാം അതീവ ബുദ്ധിമാനായ ഒരു സ്രഷ്ടാവുണ്ട് എന്നത് തീർച്ചയായും നമുക്ക് ബോധ്യമാണ്. വേദഗ്രന്ഥങ്ങളിലൂടെ ഒരു പഠനം നടത്തിക്കഴിഞ്ഞാൽ ഓരോ മതവേദഗ്രന്ഥങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോഴും ആ മതപ്രമാണങ്ങളെല്ലാം, മതവേദഗ്രന്ഥങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള സ്രഷ്ടാവിനെക്കുറിച്ച് മനുഷ്യരോട് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു കാരണമില്ലേ എന്ന ചോദ്യം. ശ്വേതശതര ഉപനിഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ ശ്ലോകത്തിൽ കാണാം, കിം കാരണം ബ്രഹ്മ കുതഹസ്മജാത ജീവാമക്കേന കൊച്ച സംപ്രതിഷ്ഠ അധിഷ്ഠിതാക്കേന സുഖേതരേഷു വർത്താമഹേ ബ്രഹ്മവിദോ വ്യവസ്ഥാം. അല്ലയോ മഹർഷിമാരെ, സമസ്ത ജഗത്തിനും കാരണം ആരാണ്? ബ്രഹ്മമാണോ? നാം എല്ലാവരും ഏതിൽ നിന്നാണ് ഉൽപ്പന്നമായിട്ടുള്ളത്? ആരുടെ പ്രഭാവത്താലാണ് നാം ജീവിച്ചിരിക്കുന്നത്? നമ്മളെല്ലാം ഏതിലാണ് സംപ്രതിഷ്ഠമായിട്ടുള്ളത്? നമ്മുടെ സുഖദുഃഖങ്ങളെല്ലാം ആരുടെ വ്യവസ്ഥിതി അനുസരിച്ചാണ് ഇരിക്കുന്നത്? ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങൾ ചോദിച്ച് അതിൻ്റെ പിന്നിലെല്ലാം ഒരു സ്രഷ്ടാവില്ലേ എന്ന് ശ്വേതശതരോപനിഷത്ത് ചോദിക്കുകയാണ്. ബൈബിളിൻ്റെ ഇരമ്യാവിൻ്റെ പുസ്തകത്തിലെ 10-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ കാണാം, തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചതും ജ്ഞാനത്താൽ ലോകത്തെ സ്ഥാപിച്ചതും അറിവാൽ ആകാശത്ത് വിരിച്ചതും അവിടുന്നാണ് എന്ന്. സൃഷ്ടിച്ച് നിർമ്മിച്ച് പരിപാലിക്കുന്നതിനു പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ട് എന്ന് ബൈബിളും അടിവരയിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമില്ല എന്ന് നാഴികക്ക് 40 വട്ടം ആണയിട്ട് സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അവരോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എത്ര തവണ ദൈവമില്ല എന്ന് പറഞ്ഞ് സർവ്വലോക പരിപാലകനായ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അത്രയും തവണ നിങ്ങളുടെ ഹൃദയം തന്നെ നിങ്ങളോട് തിരിച്ച് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, നീ പറയുന്നത് കളവാണ് എന്ന്. കാരണം ഈ പ്രപഞ്ചത്തെ ഒരു വേള പഠനവിധേയമാക്കുന്ന ആർക്കും ഇതിൻ്റെ പിന്നിലുള്ള അതീവ ബുദ്ധിമാനായ സർവശക്തനായ ഒരു സ്രഷ്ടാവിനെക്കുറിച്ച് അറിയാൻ, അവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യം.
കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടി, ഗവേഷണങ്ങൾക്ക് വേണ്ടി ഈ വിഷയത്തെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.